നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ വരുന്നില്ല? കാരണം നമ്മുടെ ഉള്ളിൽ തടസ്സങ്ങളുണ്ടാക്കുന്ന പഴയ ഡേറ്റ അഥവാ ഓർമ്മകൾ മായ്ച്ചു കളയാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഓർമ്മകളെ ശുദ്ധീകരിച്ച് ആഗ്രഹങ്ങളെ ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു ഹവായിയൻ പുരാതന വിദ്യയായ ഹോ'ഒപോണോപോണോയെക്കുറിച്ചാണ്. ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ വിദ്യ പരിശീലിക്കാനും മാറ്റങ്ങൾ കാണാനും സാധിക്കും. എന്താണ് ഹോ'ഒപോണോപോണോ? ഹോ'ഒപോണോപോണോ എന്നാൽ കാര്യങ്ങൾ ശരിയാക്കുക അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, നമ്മൾ തന്നെയാണ് 100% ഉത്തരവാദികൾ. കാരണം അത് നമ്മുടെ മനസ്സിലെ ഓർമ്മകളുടെ ഒരു പ്രതിഫലനമാണ്. വരൂ, നമുക്ക് ഹോ'ഒപോണോപോണോയിലൂടെ എങ്ങനെ നമ്മുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഹീലിംഗ് ആൻഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. എന്താണോ നമ്മളെ അലട്ടുന്ന കാര്യം അത് മൈൻഡിൽ വരുമ്പോൾ ഇങ്ങനെ പറയുക: ഐ ആം സോറി. ഈ പ്രശ്നം എൻ്റെ ഓർമ്മയിൽ നിന്ന് വന്നതിനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറഞ്ഞതിന് ശേഷം ആ ഓർമ്മകളെ ശുദ്ധീകരിക്കാൻ അനുവാദം ചോദിക്കുന്നു. ഐ താങ്ക് യു. ശുദ്ധീകരണത്തിനുള്ള അവസരം നൽകിയതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ഐ ലവ് യു. ഇതാണ് നെഗറ്റീവ് ഊർജത്തെ സ്നേഹമാക്കി മാറ്റുന്ന ഏറ്റവും ശക്തമായ വാക്ക്. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇനി അടുത്തത് ഹോ'ഒപോണോപോണോ എങ്ങനെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു പ്രത്യേക കാര്യം, ഉദാഹരണത്തിന് പുതിയ ജോലി, സാമ്പത്തിക അഭിവൃദ്ധി, മികച്ച ബന്ധം എന്നിവ നേടുന്നതിനായി ഹോ'ഒപോണോപോണോ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിശദീകരിക്കാം. 1. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കുക. ഇപ്പോൾ തന്നെ അത് കിട്ടിയതുപോലെ സങ്കല്പിക്കുക. 2. ഇനി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്തതിന് കാരണമായേക്കാവുന്ന നിങ്ങളുടെ ഉള്ളിലെ ഭയവും സംശയങ്ങളെയും ലക്ഷ്യമിട്ട് ഈ 4 വാക്യങ്ങൾ, അതായത് നമ്മുടെ ഹോ'ഒപോണോപോണോ മന്ത്രം ഉരുവിടുക. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹോ'ഒപോണോപോണോ വാക്യങ്ങൾ കേവലം പറയുകയല്ല വേണ്ടത്, മറിച്ച് ആ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വൈബ്രേഷനിൽ, ആ ഫ്രീക്വൻസിയിൽ നിൽക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് പരിശീലിക്കേണ്ട സമയവും രീതിയും എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഡെയിലി ക്ലെൻസിങ്. ഇതിനായി ദിവസവും എപ്പോഴെങ്കിലും, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുൻപോ ഉണരുമ്പോഴോ ഈ 4 വാക്യങ്ങൾ മനസ്സിലോ ജപിക്കുന്ന പോലെ ശബ്ദം കുറച്ചോ ഉരുവിടുക. ഇനി ഡീപ്പ് ഹീലിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വലിയ പ്രശ്നങ്ങൾക്കോ അതിശക്തമായ ആഗ്രഹങ്ങൾക്കോ 108 തവണ ഇത് ആവർത്തിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഇല്ലാതെ നന്മയ്ക്കായി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ജപിക്കാനായി ഒരു മാല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോണിലെ കൗണ്ടർ ഉപയോഗിക്കാം. ഓർക്കുക, ഹോ'ഒപോണോപോണോ എന്നത് ഒരു ശുദ്ധീകരണമാണ്. ശുദ്ധമാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകണമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ അതിവേഗം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുക.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും റിസൾട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.